അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്നാ ഈ പണിയെടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? വേറെ ഒന്നുമല്ല, രാവിലത്തെ ചായക്കുള്ള പലഹാരമാക്കാനാണ് കേട്ടോ. പൂരി ആക്കണോ ചപ്പാത്തി ആക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പൂരി ആക്കാൻ തീരുമാനിച്ചു. കാരണം ചപ്പാത്തി ആക്കണമെങ്കിൽ കുറച്ച് വലിയ വട്ടത്തിൽ പരത്തണം. ആ വട്ടത്തിൽ പരത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പൂരിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ പൂരിയും ചപ്പാത്തി ഉണ്ടാക്കൽ. കാരണം ഇതന്നെ കുഴക്കാൻ അറിയാം, പക്ഷെ പരത്താൻ എനിക്കറിയില്ല ഗൈസ്. അതുകൊണ്ട് ഒരു പൂരീൻ്റെ ഷേപ്പാക്കാൻ വേണ്ടി ഞാൻ കുറേ പണി പെട്ടി ഗൈസ്. അങ്ങനെ ഇന്ന് പൂരിയും ബാജിയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഈ ബാജിക്കറി ഞാൻ ഉണ്ടാക്കിയല്ല, അമ്മ ഉണ്ടാക്കിയാണ്. ക്യാരറ്റും പൊട്ടറ്റോയിലും ഇട്ട ബാജിക്കറിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ 3 പൂരിയെ ഞാൻ പരത്തിയിട്ടുള്ളൂ, ബാക്കി അമ്മയാണ് കേട്ടോ പരത്തിന്. അമ്മ എൻ്റെ പ്രകടനം കണ്ടിട്ട് അമ്മ പറഞ്ഞു നീ പോയിക്കോ, ഞാൻ തന്നെ പരത്തിയെടുത്തോളാന്ന്. അപ്പോൾ എൻ്റെ കഴിവ് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഞാനത് പിൻവലിച്ച് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ. അപ്പോൾ ബാക്കി ഞാൻ ചൂടാൻ കൂടിയിട്ടുണ്ടായിട്ട പൂരി ഞാൻ ചൂടാൻ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എണ്ണയിൽ ഒഴിക്കുമ്പം നല്ല എണ്ണയായിട്ട് പൊട്ടിത്തെറിച്ചാൽ വിചാരിച്ചിട്ട് അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ചായയുടെയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ താളിൻ്റെ ഇല ഞാൻ പറിച്ചത് കണ്ടിന്. ഞങ്ങൾ വേറൊന്നിനല്ല കുറച്ച് അടക്കി ഉണ്ടായിന്. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ താളിൻ്റെ ഇലേനെ കൊണ്ട് ഞാൻ ഇങ്ങനെ കോട്ടാള കൂട്ടിയിട്ടുണ്ടായിട്ടാണ്. പിന്നെ നിങ്ങൾ കണ്ടത് നമ്മളെ താഴിലേക്ക് കൂടെ ഒരു ചാല് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാലിൽ തീരെ വെള്ളം ഉണ്ടാവില്ല വേനൽക്കാലമാകുമ്പോൾ. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ചില സീസണത്തിൽ നമ്മൾ ആ ചാലിലാണ് കെട്ടിയിട്ട് ആ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കൽ. പിന്നെ എല്ലാവരും തെങ്ങിനും കവുങ്ങിനും എല്ലാം ഒഴിക്കാൻ ആ വെള്ളം എടുക്കൽ. പിന്നെയും ഞാൻ കുറേ നടന്നു. കറിവേപ്പില പറിക്കാൻ റബ്ബർ തോട്ടത്തിൽ പോയി കുറച്ച് കറിവേപ്പില പറിച്ചുകൊണ്ടൊന്നും അപ്പോഴേക്ക് എൻ്റെ 2-3 വാഴ പൊരിഞ്ഞ് വന്നിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് നെയ്ച്ചോറ് ചിക്കൻ കറിയാണ്. വേറൊരു കറി ഉണ്ടാക്കാൻ ഇന്ന് കൈയൊന്നുണ്ടായിട്ടില്ല. മടി കാരണം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സർലാസും പപ്പടവും ഉണ്ടായിട്ടാ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മല്ലിയിലയില്ലേ, അതിന് ആഫ്രിക്കൻ മല്ലി എന്നാണ് കേട്ടോ പറയൽ. നമ്മൾ ഇവിടെ മല്ലിച്ചപ്പൊന്നും വാങ്ങലില്ല. ഈ ആഫ്രിക്കൻ മല്ലി തന്നെയാണ് സാമ്പാറിലും ചിക്കൻ കറിയിലെല്ലാം ഇടലുണ്ടായിന്. അപ്പോൾ ഇന്ന് നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും കച്ചമ്പറും പപ്പടെല്ലാം കൂട്ടിയിട്ട് നല്ല വൃത്തിക്ക് ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നാളായി നെയ്ച്ചോറൊന്നും കഴിക്കാത്ത. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയും നല്ല മിൽക്ക് ബിക്കീസിൻ്റെ ക്രീം ബിസ്ക്കറ്റും തിന്നിട്ടുണ്ടായിട്ടാ. പണ്ടെല്ലാം എനിക്ക് ഈ ക്രീം ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കണ്ണുമൂക്കൂല ബിസ്ക്കറ്റ്, കുറേ സ്മൈലിയിലെ ബിസ്ക്കറ്റെല്ലാം ഉണ്ടാവില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരം കുളിക്കെല്ലാം ചെയ്തിട്ടാകുമ്പോൾ വിളക്ക് കത്തിച്ചു കേട്ടോ. വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ പടിഞ്ഞാറ്റാണ് നല്ല രസമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പടിഞ്ഞാറ്റ്. ഇങ്ങനെ ആ മിന്നും കിടന്ന് ചെയ്യുന്ന ലൈറ്റ് ഇങ്ങനെ കത്തിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൃഷ്ണനും എൻ്റെ അയ്യപ്പനും എൻ്റെ മുരുകനും എല്ലാം ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിട്ടാ. പിന്നെ വൈകുന്നേരം ആകുമ്പം ഒരു വിളക്കത്തിക്കൽ ഇപ്പോൾ ഒരു പതിവുണ്ട്. അതെല്ലാം പൊട്ടും. പിന്നെ ഞാൻ വൈകുന്നേരം ആദ്യം ഒരു മാഗി ആക്കിയിട്ടുണ്ടായിട്ട്. അപ്പോൾ മാഗി കഴിച്ചു കഴിച്ച് പിന്നെ രാവിലെ ആക്കിയ പൂരീൻ്റെ കുറച്ച് കൊയ ഉണ്ടായിന് ബാക്കി. അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് ചപ്പാത്തിയും പരത്തി ഇന്ന് രാത്രി ചപ്പാത്തിയും പയറോറിയാണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ഞാൻ കഴിച്ചില്ല കഴിച്ചു. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.